ഡൽഹിയിലെ പാറ്റകളുടെ സമരം നടക്കുകയാണ് കുറച്ച് ദിവസമായിട്ട്. അതിനിടയിൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന വിരലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഈ പാറ്റ സമരത്തെ അഭിവാദ്യം ചെയ്യാനെന്ന വണ്ണം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പാറ്റകളുടെ സമരത്തിൽ ഈ മുഖ്യമന്ത്രിമാർക്കൊക്കെ സ്വന്തമായിട്ട് ജനങ്ങളും പിന്തുണയൊക്കെ ഉള്ളവരാണ്. പക്ഷെ ഇവരെന്തിനാണ് ഈ പാറ്റകളുടെ സമരത്തിൽ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്? അതെ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ ഡൽഹി പോയതിനൊരു പ്രത്യേക കാരണമാണ്. കാരണം KPCC പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. DK ശിവകുമാറിനും അദ്ദേഹത്തിൻ്റെതായ സംസ്ഥാനത്തിന്റെ ചില പ്രശ്നങ്ങൾ, ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വി ഡി സതീശന്റെ മുഖഭാവത്തിൽ തന്നെ നമുക്ക് വിസിബിൾ ആവുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് ഒരു പന്ത് കേടി ഈ വിഷയത്തിൽ. അതായത് ഇതിനൊരു താല്പര്യക്കുറവ്. ഈ സമരത്തിൽ ഇനി ഞാൻ പങ്കെടുത്താൽ മോദിക്ക് എന്തെങ്കിലും ഒരു വിരോധം തോന്നുമോ, അത് സംസ്ഥാനത്തെ ബാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള പല ആശങ്കകളും ഇദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. ബാക്കി എല്ലാവരും ഒരല്പം ചിരിയും ഒരല്പം ഞങ്ങളൊന്ന് വിജയിച്ചു, ഞങ്ങൾ ജൻസി പ്രക്ഷോഭം നടത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കി, അല്ലെങ്കിൽ ജൻസി പ്രക്ഷോഭം ഞങ്ങൾ വിചാരിച്ചതുപോലെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, ഇനി എങ്ങനെയെങ്കിലും യവന്മാരെ പിടിച്ച് പുറത്തെടുക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പഠിച്ച പണി 18 നോക്കിയാലും യവന്മാർ നല്ല ഭരണം കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവരെ പുറത്താക്കൂല. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവരെ പുറത്താക്കാൻ പറ്റുള്ളൂ. അതിൽ ഞങ്ങൾ ഏകദേശം വിജയിക്കാറായി എന്ന് രാഹുൽ ഗാന്ധി തോന്നുന്ന തരത്തിലായിരുന്നു മറ്റു പലരുടെയും, അത് വേണുഗോപാലിന്റെ കാര്യത്തിലായാലും മറ്റു പലരുടെയും മുഖത്തായാലും ഇത്തരത്തിലൊരു എക്സ്പ്രഷൻ ഉണ്ട്. വേണുഗോപാലിനും മറ്റൊരു എക്സ്പ്രഷനും കൂടെ ഉണ്ട്. അതായത് വി ഡി സതീശനും പെട്ട്, നിങ്ങളും പെട്ട് എന്ന് പറയും പോലെ ഒരു രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഉണ്ടായത്. വി ഡി സതീശനായിക്കോട്ടെ, എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഞാനിതിനകത്ത് വന്ന് പെട്ടുപോയതാണ് എന്ന രീതിയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ. പക്ഷേ ഇത് തീർച്ചയായിട്ടും അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ അതൊരു വലിയ കീറാമുട്ടി തന്നെയാകും. കാരണം എങ്ങനെയെങ്കിലും സ്റ്റേറ്റിന്റെ ഭരണം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകുക എന്നതാണ് വി ഡി സതീശനെ പോലുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ ആകെ കൂടി കൈമുതലായിട്ടുള്ള ഭരണം കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എങ്ങനെയെങ്കിലും അലുമ്പ് കാണിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ രീതിയിലാണ്. അതായത് ഒരു ആസൂത്രണ മികവും കഴിഞ്ഞ കാലങ്ങളിലൊന്നും രാഹുൽ ഗാന്ധി കാണിച്ചില്ല എന്നുള്ളതാണ്. വിജയിക്കേണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി സീറ്റ് നേടേണ്ട ഇലക്ഷനുകളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ട് തന്നെ ആ ഇലക്ഷൻ താഴെ പോയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ബീഹാറിലൊക്കെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചെടുത്ത് സ്ഥിരമായിട്ട് നോക്കുന്നു. അതെ 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 ബീഹാറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബീഹാറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിൽ എന്താണോ വിഷയം, ഇലക്ഷന്റെ അജണ്ട നിശ്ചയിക്കുന്നത്, ആ അജണ്ടയിൽ നിന്ന് മാറി സഞ്ചരിച്ച് വോട്ട് ചോരിയും ഇദ്ദേഹത്തിന്റെ കുറച്ച് PR ഏജൻസികൾ പറയുന്ന ചില കാര്യങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്ക് പോയാലും അവിടെയൊക്കെ ഈ പരാജയം ഇവർക്ക് നേരിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. അത് ജനങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് നേരിട്ടുള്ള ബന്ധമില്ല. ചില ഗിമിക്കുകൾ കാണിക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ ജനങ്ങളോട് ബന്ധപ്പെടേണ്ട സാഹചര്യങ്ങളിലെല്ലാം ഇദ്ദേഹം ടൂറിലായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് അനുഭവമുണ്ട്. രാഹുൽ ഗാന്ധി എവിടെ എന്ന് ഭരണപക്ഷം പോലും ചോദിക്കുന്ന അവസ്ഥയെത്തി. പ്രതിപക്ഷം പോലും അല്ല, ഭരണപക്ഷത്തു നിന്ന് BJP തന്നെ ചോദിച്ചു രാഹുൽ ഗാന്ധി അറിയത്തില്ല എവിടെ, കോൺഗ്രസ്സുകാരനെ അറിയില്ല, എവിടെയാണെന്ന് ചോദിച്ചു അവരെടുത്ത്. നിങ്ങളുടെ നേതാവ് എവിടെയാണ്? സാധാരണ ഇതിൽ ഭരണപക്ഷം ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണപക്ഷത്തോട് നിരന്തരമായി ചോദ്യം ചോദിക്കേണ്ട ആളാണ് പ്രതിപക്ഷത്തുള്ള ആൾ. അങ്ങനെ പ്രതിപക്ഷത്ത് ഉള്ള ആൾ ഒരു കോമ്പറ്റീറ്റർ കുറഞ്ഞിരിക്കുന്ന അത്രയും നല്ലതല്ലേ സാധാരണ ഇതിൽ പാർട്ടികൾ ചിലപ്പോൾ ചിന്തിക്കാൻ ഇടയുള്ളൂ. പക്ഷേ ഗതികേട് കൊണ്ട്, ഇവരുടെ കഷ്ടപ്പാട് കൊണ്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധി എവിടെ? വന്ന് ഞങ്ങളോട് 2 ചോദ്യം ചോദിക്കാനെങ്കിലും അദ്ദേഹത്തോട് പറയൂ. ഇദ്ദേഹം ഇങ്ങനെ കറങ്ങി നടന്നാൽ മതി, ഇറങ്ങിപ്പോകാൻ നേതൃത്വമെങ്കിലും കൊടുക്കണ്ടേ? അതെ അതെ ഒരു രീതിയിലും ഇദ്ദേഹത്തിന്റെ ഒരു നല്ല രീതിയിലൊരു സമീപനമല്ല കോൺഗ്രസുമായിട്ട് വച്ചു പുലർത്തുന്നത്. സ്വാഭാവികമായി ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോലും, പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, ഇദ്ദേഹത്തെ മര്യാദയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇദ്ദേഹത്തെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇദ്ദേഹം എവിടെ പോവുകയാണ് എന്ന് കോൺഗ്രസിനോടും പറയാറില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് വളരെയധികം സംശയാസ്പദമായ രീതിയിൽ പല ആൾക്കാരും ഉന്നയിക്കുന്ന, നിരീക്ഷകരടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് അദ്ദേഹം കാലുകുത്തുന്ന സമയത്ത് ഇവിടെ ഒരു പ്രക്ഷോഭം കൊടുമ്പിരിക്കൊള്ളുന്നു. അത് എന്തിന്റെ സൂചനയാണ് എന്നറിയില്ല. ഇതിനോടകം തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കും ചൈനയുമായിട്ടും മറ്റ് ഡീപ് സ്റ്റേറ്റുകളുമായിട്ടും ഡീൽ ഉണ്ടായിരുന്നു എന്ന്. ഇനി അതിന്റെ ഭാഗമാണോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട്. കാരണം രാഹുൽ ഗാന്ധി എപ്പോൾ വിദേശയാത്ര കഴിഞ്ഞു വന്നാലും ഇവിടെ എത്തുമ്പോൾ ഒരു പ്രക്ഷോഭം, അത് രാഹുൽ ഗാന്ധിയെ പോലെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉള്ള ഒരാൾ ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ
എവിടെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്ന് അന്വേഷിക്കേണ്ടത് റാ പോലുള്ള IB പോലുള്ള ഏജൻസികളുടെ ജോലിയാണല്ലോ. അതെന്താ അവർ ചെയ്യാത്തത്? അല്ല, ഇത് തീർച്ചയായിട്ടും അവർക്ക് ഇദ്ദേഹം എവിടെ പോകുന്നു, എങ്ങനെയാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത്, ഇതിനൊക്കെയുള്ള കൃത്യമായ ഡേറ്റകളുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായി കിട്ടേണ്ട പണിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും വന്ന് ചേരുക തന്നെ ചെയ്യും. അതൊന്നും യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷെ ഇദ്ദേഹം എവിടെ പോയാലും തിരികെ വരുമ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ടും രാഹുൽ ഗാന്ധിയെ വളരെ പിൻ പോയിന്റ് നിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ വളരെ കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഭരണകൂടം അതീവ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് കാര്യം നിരീക്ഷിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഭീകരവാദ പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ ഇന്ത്യയിൽ 2014 ശേഷവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2014 മുന്നേ ഉണ്ടായിരുന്ന രീതിയിലെ ക്വാണ്ടിറ്റിയിലല്ല ഭീകരപ്രവർത്തനം നടക്കുന്നത്. സത്വരമായ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുന്നു. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് UP-യിലുള്ള നോർത്തിൽ മൊത്തത്തിലും UP-യിലുള്ള പത്രലേഖകരുടെ ഒരു വെർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ വാങ്ചുക്കിന്റെ പ്രക്ഷോഭം BJP തന്നെ പ്ലോട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. കാര്യം ഇതിനേക്കാളും വലിയൊരു ഇഷ്യൂ അവർക്ക് UP-യിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇന്ന് സുപ്രീം കോടതി അതിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ അയോധ്യയിൽ നടന്ന സംഭവം നമ്മളെ ഇതിനേക്കാളും വലിയൊരു ഡയമെൻഷനിലുള്ള സംഭവമാണ് അവിടെ നടന്നത്. അപ്പോൾ അത് തേച്ച് മായ്ക്കാനാണ്, അതായത് ഒരു വരയേക്കാളും വലിയ വര വരച്ച് കഴിഞ്ഞാൽ വരയെ ചെറുതാക്കാമല്ലോ. അപ്പോൾ ഇത് പണ്ട് കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ്. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു കൊലപാതകം എന്തെങ്കിലും വരുമ്പോൾ ആൾക്കാർ ശ്രദ്ധ ആ വഴിക്കാൻ പോയിക്കോളും. അപ്പോൾ പിന്നെ ഇതാരും ചോദിക്കത്തില്ല. അപ്പോൾ ഈ രാമജന്മഭൂമിയിലെ നടന്ന മോഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ സമരം തുടർന്നപ്പോഴത്തേക്ക് തന്നെ അത് തുടർന്നോട്ടെ എന്ന് വിചാരിച്ചത്. കാര്യം ആൾക്കാരുടെ അറ്റൻഷൻ ആ വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഇതിന് എതിരായിട്ട് ഇത് ഒരു 1000-2000 പേരുടെ ഒരു പ്രക്ഷോഭമാണ്. അത് ഗവൺമെന്റിന്, ഡൽഹി പോലീസിന് അത് ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ മെക്കാനിസവും മെഷീനറി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതവർ ചെയ്യാതെ ഇതിനെ ഒരു സൈഡിൽ കൂടെ ഒന്ന് കടത്തി വിട്ടതാണോ എന്നൊരു സംശയം നോർത്ത് ഇന്ത്യയിലെ പല പത്രലേഖകരും ചില ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തു പറയുന്നു? അല്ല, ആ കാര്യത്തിൽ എനിക്ക് ശക്തമായ വിയോജിപ്പ് തന്നെയാണുള്ളത്. അങ്ങനെ ഒരു സംഭവം സാധ്യത നടക്കില്ലായില്ല. കാരണം ഈ പ്രക്ഷോഭം ആളിക്കത്തിക്കാനായിരുന്നുവെങ്കിൽ, അതായത് ഈ പ്രക്ഷോഭത്തെ പബ്ലിക് അറ്റൻഷനിൽ നിർത്തണമെന്നാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ, ആദ്യം അഭിജിത്ത് ദീപ്കെ വന്നിറങ്ങുമ്പോൾ തന്നെ ഒരു അറസ്റ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഈ പ്രക്ഷോഭത്തിന്റെ ക്യാരക്ടർ ആദ്യം മുതൽ തന്നെ അങ്ങ് മാറുമായിരുന്നു. പബ്ലിക് അറ്റൻഷൻ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആവുമായിരുന്നു. മറ്റു വിഷയങ്ങളിലൊന്നും ആൾക്കാർ ശ്രദ്ധ അത് കഴിഞ്ഞതിന് ശേഷം അല്ല, അയോധ്യ വിഷയം ആ സമയങ്ങളിൽ തന്നെ ഏകദേശം പതിയെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജന്തർ മന്ദറിൽ പ്രശ്നം നടന്നു. ജന്തർ മന്ദറിലെ അവിടുത്തെ സമരവേദിയുമായിട്ട് ബന്ധപ്പെടുത്തി ആദ്യത്തെ ദിവസം, അതായത് പ്രക്ഷോഭം നടത്തുവാൻ വേണ്ടിയുള്ള പെർമിഷൻ ഒരാഴ്ചക്ക് മുന്നേ കൊടുക്കണം. ഇനി അതവർ കൊടുത്തില്ല. എന്നാൽ ആ ഒരു ദിവസം അനുവദിച്ചു. 2ാമത്തെ ദിവസം മുതൽ ആ സമരം നിയമവിരുദ്ധമാണ്. അവിടെ നടക്കുന്ന സമരം ആരും ഒരു വകയും ചെയ്തില്ല. പിറ്റേ ദിവസം ഏത് ദിവസം വേണോ ഇവർക്ക് ഇറങ്ങിപ്പോകാൻ പറയാമായിരുന്നു, പിടിച്ചെടുത്ത് പുറത്ത് കളയാമായിരുന്നു. അവർ വിചാരിക്കുന്ന മൊമെന്റിൽ എടുത്ത് പുറത്ത് കളയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഈ പ്രക്ഷോഭത്തിന്റെ ഒരു വാർത്താ പ്രാധാന്യം വർദ്ധിച്ചേനെ, അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് അവർ വഴി തുറന്നു കൊടുത്തില്ല. ഇനി സോനം വാങ്ചുക് പോലുള്ള ആൾക്കാരുടെ തന്നെ പല പ്രവർത്തനങ്ങളും നേരത്തെ ഹിറ്റ് ലിസ്റ്റിലായിരുന്നു. അതായത് ഇദ്ദേഹത്തിനൊരു സ്വീഡിഷ് FCRAയുടെ ഫണ്ടുമായി ബന്ധപ്പെടുത്തി സ്വീഡിഷ് FCRA ഫണ്ട് ഇദ്ദേഹത്തിന് വരികയും അത് നിയമവിരുദ്ധമാണെന്ന് തെളിയിക്കപ്പെടുകയും ഇദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുകയും ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു. പിന്നെ ഈ സോനം വാങ്ചുക് അറിയാം. സോനം വാങ്ചുക് കോൺഗ്രസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. സോനം വാങ്ചുക് അച്ഛനും അമ്മയും ഒക്കെ കോൺഗ്രസ്സുകാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള പശ്ചാത്തലമുള്ള സോനം വാങ്ചുക്കിനെ കുറിച്ച് പിന്നെ നേരത്തെ ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അതിന്റെ വീഡിയോയുടെ വിശ്വാസ്യതയൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും അറിയില്ല. കാരണം ചൈനയെ ഇന്ത്യയിലേക്ക് വഴികാട്ടും എന്ന രീതിയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിൽ പല പക്ഷമുണ്ട്, എതിർത്തും അനുകൂലിച്ചുമുള്ള പക്ഷമുണ്ട്. ഇദ്ദേഹം അത് ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആണെന്നൊക്കെയുള്ള പക്ഷമുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാലും ഇതെല്ലാം തന്നെ വസ്തുതകളാണ്. ഇന്ത്യയുടെ വളരെ പരിണിത മാധ്യമ പ്രവർത്തകർ അടക്കം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളാണ്. സോനം വാങ്ചുക്കിന്റെ പാസ്റ്റുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം സത്യാഗ്രഹം നടന്നിട്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് കോടതിയിൽ ഹർജി പോയതിനു ശേഷം മാത്രമാണ് ഗവൺമെന്റ് ഈ വിഷയത്തിലേക്ക് ഇടപെട്ടത്. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. പോലീസ് ഇദ്ദേഹത്തെ നീക്കി, സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് നീക്കി.
നീക്കിയതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയെ സമീപിക്കുന്നുണ്ട്, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറണം. പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. ജീവന്റെ സോഡിയം പൊട്ടാസ്യം ഇംബാലൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് പരിഹരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെ വേണം മാറ്റാം, കോടതിയുടെ അനുമതിയും നൽകാം എന്ന തരത്തിലാണ്. അല്ലാതെ അദ്ദേഹത്തിന് അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ നിലയിലാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ നാട്ടിൽ സത്യാഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാണോ അതത് കാലത്തെ സർക്കാർ ഇടപെടുന്നത്, അതേ ജനാധിപത്യപരമായ രീതിയിൽ മാത്രമേ ഇതിനകത്തേക്ക് ഇടപെട്ടിട്ടുള്ളൂ. ഇവരായിട്ട് ആ പ്രശ്നത്തെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം ഒഴിച്ച്, അതായത് ഇവർ പറഞ്ഞ ഉടനെ ധർമ്മേന്ദ്ര പ്രധാന് രാജിവയ്പ്പിച്ചില്ല എന്ന ഒരൊറ്റ കാര്യം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ കാര്യത്തിലും നേരത്തെ എങ്ങനെയാണോ ഇടപെട്ടിരുന്നത്, അത് ജനാധിപത്യപരമായിട്ട് ഇടപെട്ടിരുന്നത്. അതിന് മുന്നേ നമുക്ക് ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ ഇടപെട്ട പല സമയങ്ങളുണ്ട്. 111 ദിവസത്തെ സത്യാഗ്രഹത്തിന് ശേഷം ആൾക്കാർ മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട്. അതേപോലെ നമ്മുടെ കോളിലൊക്കെ സൃഷ്ടിച്ച പോറ്റി ശ്രീരാമലു വിഷയം വളരെ കാലങ്ങൾക്ക് മുന്നേ, ഇറോം ഷർമിള വിഷയം. ഇറോം ഷർമിളയെ പലപ്പോഴും ബലപ്രയോഗം നടത്തി വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇറോം ഷർമിള UPA ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ കൈകാര്യം ചെയ്തത്. ഇതൊന്നും തന്നെ ഇതിനകത്ത് നടന്നിട്ടില്ല. ഇത് വളരെ സ്വാഭാവികമായി എന്തൊക്കെ അപ്പൊ ഇത് പലർക്കും പല നെറേറ്റീവുകളും സൃഷ്ടിക്കാമല്ലോ. അത് ഒഴിച്ചു നിർത്തിയാൽ അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ UPA സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അയോധ്യ വിഷയത്തിൽ യോഗി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം, മോദി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ആരൊക്കെ ഉണ്ടോ, ഇപ്പോൾ പല ആൾക്കാരും അത് ഇതുമായി ബന്ധപ്പെട്ട് കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീടുകൾ പോലും പൊളിച്ച് കളയുന്നുണ്ട്, അടിച്ചു പൊളിച്ച് ദൂരെ കളയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ സത്വരമായ നടപടി സ്വീകരിക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് ആ വിഷയം ഇതുമായിട്ട് കണക്റ്റഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു മാധ്യമ സൃഷ്ടി മാത്രമാക്കാനാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു റീസർജിങ്ങിലോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. കാര്യം ഈ കാര്യത്തിൽ കോൺഗ്രസ് ഒരുമിച്ച് വരുന്നു, അഖിലേഷ് യാദവ് ഒരുമിച്ച് വരുന്നു, മമത ഒരുമിച്ച് വരുന്നു. അങ്ങനെ ഈ പിരിഞ്ഞു നിന്ന ഇപ്പൊ കോൺഗ്രസിന്റെ തന്നെ മുഖ്യമന്ത്രിമാര് മെയിൻ സ്ട്രീമിലോട്ട് വരുന്നു. ഇപ്പൊ ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തം. ഇപ്പൊ ഇന്ത്യ മുന്നണി കഴിഞ്ഞ 10 വർഷം കൊണ്ട് അതിന്റെ സ്ട്രെങ്ത് ഗ്യാദർ ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. ഇത് ഒരു BJPക്ക് ഒരു ബദൽ സംവിധാനം ദേശീയ തലത്തിൽ ഉണ്ടാവുന്നതിന്റെ ഒരു സൂചനയായിട്ട് ഈ സമരത്തിൽ കാണാം. അങ്ങനെയും ഉണ്ടാവാൻ വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി തകർന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തെരുവിലിരിക്കുമ്പോഴാണ് NCPയിൽ ശരത് പവാർ സഖ്യം ഇപ്പൊ ഏകദേശം BJPയോട് പോകാൻ വേണ്ടിയിട്ടുള്ള പിന്തുണ ഏകദേശം തന്നെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് സുപ്രിയ സുലേക്കൊക്കെ ചെറിയ വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പൊക്കെ മാറി NDAയിലേക്ക് പോകാൻ പോകുന്ന തരത്തിലാണ് ഇപ്പോൾ നമുക്ക് വാർത്തകൾ ലഭ്യമാകുന്നത്. NCP നേതൃത്വം NDAയിലേക്ക് പോകുന്നു. അല്ല, ഞാൻ പറഞ്ഞത് എംപിമാരുടെ സ്ട്രെങ്ത് അല്ല ഞാൻ പറഞ്ഞത്, ജനങ്ങളുടെ BJPയിലോട്ടുള്ള ആ ഒരു ചായ്വ് കുറഞ്ഞു വരുന്നുണ്ടോ എന്നാണ്. അല്ല, ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ കൂടിയ ഇപ്പൊ നമുക്ക് ക്രൗഡിനെ കൂട്ടാം, പക്ഷെ അതിനെ വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനമുള്ളൂ. ക്രൗഡിനെ എത്ര ഇതിനും വലിയ സമരമായിരുന്നു. ഇത് കുട്ടികളുടെ സമരമാണ്, മുതിർന്ന ആൾക്കാരുടെ വോട്ടുള്ള ആൾക്കാരുടെ സമരം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. കർഷക പ്രക്ഷോഭം പോലെയുള്ള വിദേശ ടൂൾ കിറ്റുകളുടെ സാന്നിധ്യം അടക്കമുള്ള വലിയ വമ്പൻ പ്രക്ഷോഭം കർഷക സമരത്തിന് ശേഷം നിയമങ്ങൾ ഗവൺമെന്റ് പിൻവലിക്കാൻ കർഷക സമരത്തിന് ശേഷം നിയമങ്ങൾ പിൻവലിച്ചു എന്നത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ആ കർഷക സമരത്തിന് ശേഷം ആ സംഭവം നമുക്ക് ഈ ഇമ്പാക്ട് ഒരു പ്രതിപക്ഷത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. വ്യവസായ മേഖലയിലെ സമരം നടത്തിയവര് അതിന് ടൂൾ കിറ്റുകൾ ലഭ്യമായിരുന്നു. അതിൽ പല ആൾക്കാരെയും ഇതിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയുണ്ടായി. അതും സുപ്രീം കോടതിയിൽ സഹിതം ചർച്ചയായതാണ്. അത് വിജയിച്ചില്ല. പിന്നീട് പലതരത്തിലുള്ള മാർച്ചുകളും പ്രക്ഷോഭങ്ങളുമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു, തൊഴിലാളികളുടെയും മറ്റ് പല ആൾക്കാരുടെയും ഭാഗത്ത്. ഇതൊന്നും തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനായിട്ട്, അതായത് ഭരണതലത്തിൽ വിസിബിൾ ആയിട്ട് ഒരു താഴേക്ക് കൊണ്ടുവരാനായിട്ട്, ഭരണത്തിൽ നിന്ന് മൂട്ടിലിറക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇത് വളർച്ച പ്രാപിച്ചില്ല എന്നുള്ളതാണ് ഈ സമരങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങളുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന 10 ലക്ഷം പേരല്ല, ഇന്ത്യയിൽ ഏകദേശം 150 കോടിയോളം ആൾക്കാരുണ്ട്. ഈ യുവാക്കൾ 10 ലക്ഷം പേര് നമുക്ക് ഇനി എങ്ങനെ കൂട്ടിയാലും ഇനി ഏകദേശം 10 ലക്ഷം പേരുണ്ടെന്ന് തന്നെ വിചാരിക്കാം. 10 ലക്ഷം പേരില്ല, വലിയൊരു സംഖ്യയാണ്. 10 ലക്ഷം പേരില്ല. ഞാൻ പറഞ്ഞത് ഇനി എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും ഒരു 10 ലക്ഷം പേര് അവിടെ വന്നെന്ന് വെച്ചോളൂ. എങ്കിൽ പോലും ഇന്ത്യയുടെ വോട്ടേഴ്സിന്റെ ഒരു ചെറിയ ശതമാനം പോലും ആകുന്നില്ല. ഇതിനേക്കാൾ ഓപ്പോസിറ്റ്, അതായത് ഇതിനെ പ്രതിഷേധിക്കുന്ന ആൾക്കാർ ഇതിലപ്പുറം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ട്. കാലം മാധ്യമങ്ങളടക്കം ഇവരെയാണ്, ദേശീയ മാധ്യമങ്ങളടക്കം ഇവരെയാണ് വിമർശിച്ചിരിക്കുന്നത്. കാരണം അവരുടെ സമരം തന്നെ ശരിയായ രീതിയിലേക്ക് പോകുന്നെന്ന് ഇവർക്കൊപ്പമുള്ള ആൾക്കാർക്ക് പോലും
ഒരു അഭിപ്രായമില്ല, അതായത് ഒരു അനാർക്കിയൽ മെത്തേഡിലേക്ക്, ഒരു നേതൃത്വമില്ലാത്ത അനാർക്കിയൽ മെത്തേഡിലേക്ക് സമരം പോകുന്നതാണ് ഇവരുടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ദീപക്കയുടെ വിദേശ ബന്ധവും വിദേശത്തുള്ള ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ ഏജൻസികൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ്. അഭിജിത്ത് ദീപ്കെ എന്ന് ഇതിപ്പോ അന്വേഷണങ്ങൾ പൂർണ്ണമായും നടക്കുന്നേ ഉള്ളൂ. നമ്മൾ ഉടനെ ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ മറ്റു കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉടനെ ഒരു വാർത്ത ഇങ്ങനെ പുറത്തു വിട്ട് ഇദ്ദേഹത്തിനെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമരം പെട്ടെന്ന് ശക്തി പ്രാപിക്കും. അങ്ങനെ ശക്തി പ്രാപിക്കാതിരിക്കുവാനും വളരെ ആസൂത്രിതമായിട്ട് ഇതിനെ എല്ലാ രീതിയിലും ലോക്ക് ചെയ്തതിനു ശേഷം പൊക്കി മാറ്റുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതായത് സ്മൂത്തായി ഇലയും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഈ മുള്ളിനെ എടുത്ത് വെളിയിൽ കളയുക. കാരണം ഇന്ത്യ വളർച്ചയുടെ ഒരു നല്ല പ്രത്യേക ഘട്ടത്തിലാണ്. 5.7 GDP ഉണ്ട്, മറ്റു രീതിയിലെല്ലാം വളർച്ച പ്രാപിക്കുന്നു. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് നീങ്ങുന്നു. 362 എന്ന മാജിക് ഫിഗറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ അവരുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. മൺസൂൺ സെഷൻ വരും. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിനെ അവർക്ക് വളരെ കാലമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. 4 മാസം കൊണ്ട് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു പുനഃസംഘടന. കാര്യം ഇപ്പോ പിന്നെ ബീഹാറിലെ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് അദ്ദേഹം രാജ്യസഭാംഗമായി 4 മാസമായിട്ട് തുടരുന്നുണ്ട്. അങ്ങനെ പലരും കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ പുറത്തോട്ട് പോയി. പല മന്ത്രിമാരുടെ അങ്ങനെ ടെന്യൂർ കഴിഞ്ഞു. ചിലർ രാജിവെക്കേണ്ടി വന്നു, ചിലർക്ക് മറ്റ് അസൈൻമെന്റ് പോക്കേണ്ടി വന്നു. നിയമസഭ ലോക്സഭയിലെ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ പുനഃസംഘടന ഉണ്ടായില്ലെങ്കിലും മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഒരു ഷഫ്ലിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും പുനഃസംഘടന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ല, പുനഃസംഘടന ഇല്ലെങ്കിൽ തീർച്ചയായും മന്ത്രിമാർ പുനഃസംഘടന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുതിയ മന്ത്രിമാർ വരേണ്ടതുണ്ട്. ഷഫ്ലിംഗ് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ്. ഈ പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ഈ റീഷഫ്ലിംഗിന്റെ സമയത്ത് മിക്കവാറും പുറത്തു പോകാനാണ് സാധ്യതയും കൂടുതൽ. അത് നേരത്തെ അവർ പ്ലാൻ ചെയ്തതാണ്. അദ്ദേഹം കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ അല്ല എന്ന് അവർക്ക് BJP നേതൃത്വത്തിന്റെ തന്നെ വ്യക്തത ഉള്ള ഒരു കാര്യമാണ് പല കാര്യങ്ങളിലും. നന്ദി, നമസ്കാരം.